ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് മിലൻ്റെ 2 മാസത്തെ അവധിക്ക് ശേഷം കോളേജിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്കൂളൊക്കെ ഇന്ന് തുടങ്ങുന്ന ദിവസമാണ്. ചില സ്കൂളുകളൊന്നും ഞങ്ങളുടെ ഇവിടെ ഇന്ന് തുറക്കുന്നില്ല. കാരണം നമ്മൾ ക്യാമ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർ തിരിച്ചു പോയ ശേഷമേ സ്കൂൾ തുറക്കുകയുള്ളൂ എന്നുള്ള മെസ്സേജ് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അക്കുവിന് ഇന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ്. രാവിലെ തന്നെ നോക്കി, അന്നേരം ട്രയലിലും അവന് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കാര്യം ഏതായാലും ഓക്കെ. 18-ാം തീയതിയാണ് അവൻ്റെ സ്കൂള് തുറക്കുന്നത്. അപ്പം 3-ാം തീയതി ആകുമ്പോഴത്തേനും അഡ്മിഷനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതെല്ലാം പോയി എടുക്കണം. അപ്പം നമുക്കിന്ന് രാവിലെ ദോശയും ചമ്മന്തിയാണ്. അപ്പം മസാല ദോശയായിട്ട് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനെടുപ്പം കിഴങ്ങെല്ലാം നമ്മുടെ പുഴുങ്ങിയെല്ലാം റെഡിയാക്കി എടുത്തു. അപ്പോൾ ആദ്യം കോളേജിൽ കൊണ്ടുപോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അടുത്ത ദിവസം ആയതുകൊണ്ടൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞത് പറഞ്ഞ് ദോശയും ചമ്മന്തിയും കൂടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കിനും മിലൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ 7:30 ആകുമ്പോൾ 7:15 ബസ്സിലായിരുന്നു പോകുന്നത്. ഇപ്പം താമസിച്ച് സ്കൂട്ടറിൽ പോകുന്നതുകൊണ്ട് 8 മണിയാകുമ്പോഴാണ് പോകുന്നത്. പിന്നെ കോളേജിലാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇതാവും ഇതായെങ്കിലും നമ്മൾ തന്നെ എല്ലാ കാര്യത്തിലും പുറകെ നിൽക്കണം. അപ്പോൾ അക്കും ഇതുവരെ ഇല്ല എന്നുറക്കമാണ്. ഒരു 10-15 ദിവസം കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ കൊടുത്ത ശേഷം ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇവർ എപ്പോഴാണ് വരുന്നത് നടക്കില്ല. അപ്പോൾ ഞാൻ നടക്കുന്നത് പച്ചക്കറികളെല്ലാം മേടിക്കാൻ പോയി. 2 ദിവസം ചിക്കനായതുകൊണ്ട് ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മീനിപ്പം ഇങ്ങനെയുള്ള ഓരോന്ന് പറയുന്നതുകൊണ്ട് മേടിച്ച് കൂട്ടാനൊരു പേടി. ഉണക്കമീനാണ് കടയിലും കിട്ടാനില്ല. അങ്ങനെ എല്ലാം മേടിച്ച് തിരിച്ചു വന്നതുകൊണ്ട് ഇപ്പം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയായിരുന്നു. അപ്പം മിലൻ വന്നു. മഴ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ. ഇപ്പം പകൽ നല്ല വെയിലായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഒരു ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ പറഞ്ഞു ബജ്ജി വേണമെന്ന്. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നത്, എത്രമാത്രം റെഡിയാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കടലമാവ് എടുത്തിട്ടതിലേക്ക് കായം, അതുപോലെ മുളക് പൊടി, ലേശം മഞ്ഞൾ പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. പക്ഷേങ്കിൽ അത് നമ്മളങ്ങോട്ട് ബജ്ജി മുളക് കട്ട് ചെയ്ത് ഇട്ടപ്പോൾ അതിലോട്ട് മസാല മാവ് പിടിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇച്ചിരി കൂടെ കട്ടിയാക്കി. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുളക് പക്ഷേ ഭയങ്കര എരിവുള്ള മുളകായിരുന്നു. അങ്ങനെ ചായയും റെഡിയാക്കി രണ്ടും ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇനിയിപ്പം കുറേ ദിവസത്തേക്ക് വൈകുന്നേരത്തെ പഠിത്തങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. വേണ്ടേ? എങ്ങനെയുണ്ട്? എരിവ? മുളകിന് ഭയങ്കര എരിവ. ബജ്ജി എങ്ങനെയുണ്ട്? അതുണ്ടാക്കിയത് അത് സൂപ്പറാണ്. പക്ഷെ മുളകിന് ഭയങ്കര എരിവായിപ്പോയി. എരിവുള്ള മുളകാണ്.